ലണ്ടനിലെ ഒരു തെരുവിൽ അന്ധനായ ഒരാൾ യാചിക്കുകയാണ്. ആൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഐ ആം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഞാനൊരു അന്ധനാണ്, എന്നെ ദയവ് ചെയ്ത് സഹായിച്ചാലും. അയാൾക്ക് അരികിൽ ഒരു ടിന്ന് വെച്ചിട്ടുണ്ട്. ആ ടിന്നിൽ കാര്യമായിട്ടൊന്നും വീണിട്ടുമില്ല. അങ്ങനെ പ്രഭാതത്തിൽ കോളേജിലേക്ക് പോകുന്ന ഒരു യുവതി ആ അന്ധനെ കണ്ട് കുറച്ചു നേരം അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ആളുടെ അടുത്ത് വന്നിട്ട് ആളോട് പറഞ്ഞു, ഞാൻ ഈ ബോർഡൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. ആ കോളേജ് വിദ്യാർത്ഥിനി അവിടുന്ന് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ച ആ തകരപ്പാട്ടയിൽ നാണയത്തുട്ടുകൾ വീഴുന്നതിൻ്റെ ശബ്ദം ഈ യാചകൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. ഒരത്ഭുതം തോന്നി അദ്ദേഹത്തിന്. വൈകുന്നേരം കോളേജിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ ആ പെൺകുട്ടി അയാൾക്കരികിലെത്തി. ആ നിറഞ്ഞു നിൽക്കുന്ന ടിന്നും സന്തോഷം സ്ഫുരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖവും കണ്ടപ്പോൾ ആ പെൺകുട്ടിക്കും അതിയായ സന്തോഷമായി. അവൾ അദ്ദേഹത്തോട് ഹലോ എന്ന് പറഞ്ഞു. ആ വൃദ്ധൻ അവളോട് ചോദിച്ചു, എന്താണ് മോള് ആ ബോർഡിൽ മാറ്റി എഴുതിയത്? അതിനുശേഷം ആ ടിന്നിൽ നിറയെ പണം വന്നല്ലോ. അതറിയാൻ അദ്ദേഹത്തിന് വളരെ ആകാംക്ഷയായി. ഓ അതോ, ഞാനതൊന്ന് ചെറുതായി മാറ്റി. ഞാൻ ഇങ്ങനെ എഴുതി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഐ ക്യാൻ സീ ഇറ്റ്. ഈ ദിനം വളരെ മനോഹരമാണ്, പക്ഷേ എനിക്കത് കാണാനാവില്ലല്ലോ. കാഴ്ചയില്ലാത്തവൻ്റെ സങ്കടം വിതുമ്പുന്ന, മനസ്സത്രയും പ്രതിഫലിപ്പിക്കുന്ന വാക്കുകൾ. പറയുന്ന രീതിയാണ് പ്രധാനം, അതിനുപയോഗിക്കുന്ന വാക്കുകൾക്കാണ് ഭംഗി. അത് പ്രതിഫലിപ്പിക്കുന്ന വികാരമാണ്